അപ്പോൾ വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന 2 പേരെ പരിചയപ്പെടുത്തരാം. പേര് പറഞ്ഞ്. എൻ്റെ പേര് മഹമ്മൂദ്. അമീറ. അപ്പോൾ മഹമ്മൂദ്ക്ക് നിങ്ങൾ എന്താണ് ബിസിനസ്, ഈ കാണുന്ന ബോട്ടിൽ എന്താണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പണ്ട് കാലം മുതൽ തന്നെ സവിശേഷം വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ലേഹ്യമാണ്. അത് പൊതുവെ അത് ഉണ്ടാക്കുന്നവർ കുറവാണ്, ഉണ്ടാക്കിയാൽ തന്നെ അതൊരു പൂർണ്ണമായ ഇതിൽ കിട്ടുന്നുമില്ല. അപ്പം അതൊന്നും ഞാൻ ഭംഗിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര തന്നെ. അതായത് ഈ പ്രസവശേഷം കഴിക്കുന്ന മരുന്ന്. അതെ, പ്രസവശേഷം കഴിക്കുന്നത്. അല്ല, ഈ മരുന്ന് കഴിച്ച എനിക്ക് നല്ല പരിചയമുണ്ട്. എൻ്റെ അനിയത്തിനൊക്കെ പ്രസവിച്ച സമയത്ത് ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാൻ ഉണ്ടാക്കാൻ അറിയാം, ഇന്നുള്ളവർക്ക് അതിനെപ്പറ്റി അറിയില്ല. നല്ല ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യണം. അപ്പം പണ്ട് ഞാൻ പറഞ്ഞു കേട്ടാണ്, ഉമ്മൊക്കെ പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ നടുവേദന വരില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞേക്കാം. അപ്പൊ ഞാനും അടുത്ത് കുറെ കഴിച്ചിട്ടുണ്ട്. അതെ, നടുവേദനക്ക് ഒരുപാട് മരുന്ന് ഇതിലുണ്ട്. പ്രസവശേഷം ഉണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാം പരമ്പരാഗതമായിട്ട് പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്ന കുറവാന്ന് തോന്നല്ലേ? ഇന്നത് ഉണ്ടാക്കുന്നത് ആ പഴയ രീതിയിൽ ഉണ്ടാക്കുന്നവർ കുറവാണ്. അങ്ങനെ. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, ഈ ഒരു ആശയത്തിലേക്ക്? ഇങ്ങനെ ആശയം തന്നെ യാദൃശ്യമായിട്ട് എത്തിപ്പെട്ടതാണ്. എപ്പോ തുടങ്ങിയത്? ഞാൻ ഈ കോവിഡിന്റെ സമയത്ത് ഞാനൊരു 12 മണിയായിരുന്നു കുറെ കാലമായിട്ട് എടുക്കുന്നത്. കോവിഡിന്റെ സമയത്ത് എന്ന് പറഞ്ഞാല് ശരിക്കും 12 കഷ്ടകാലമാണ്. അതെ അതെ. അപ്പൊ തീരെ പണി ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എന്നുള്ള ഒരു ഇതില്. അപ്പൊ അതിനു മുമ്പേ ഇങ്ങനെ നമ്മൾ മഴക്കാലാകുമ്പോൾ ഇത് ഉണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗിച്ചു. അങ്ങനെ നമ്മളെ ശബാന മാമിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ അവര് പറഞ്ഞ് ഇത്തിരി നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ, നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് അത് ഷെയർ ചെയ്യും, അപ്പൊ പിന്നെ അത് ആള് വാങ്ങും, പിന്നെ അതങ്ങനെ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു മനസ്സിലൂടെയാണ് ചെയ്തത്. പക്ഷേ ചെയ്തപ്പോൾ നല്ല പ്രതികരണമാണ്. ആ വർഷം തന്നെ 700 കിലോ മരുന്ന് എനിക്ക് വിൽക്കാൻ പറ്റി. അത്രയും ചെറിയ അന്നത് ആ ഒരു പരിമിതമായിട്ടുണ്ടല്ല, എല്ലാം ലോക്ക്ഡൌണായിട്ട് മൊത്തം അടങ്ങിയിരിക്കുന്ന സമയമല്ലേ. എന്നാലും 700 കിലോ ആ വർഷം തന്നെ എനിക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ, അതായത് ചെയ്യുന്നൊക്കെ എവിടുന്ന? വീട്ടിൽ നിന്ന് തന്നെയല്ലേ? വീട്ടിൽ നിന്ന്, പൂർണ്ണമായും വീട്ടിൽ നിന്ന് തന്നെയാണ്. ആരാ, നിങ്ങളാണോ? ഞാൻ ഇവളും രണ്ടാളും പിന്നെ കാലം കുറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പരമാവധി ചെയ്യും. പണിക്കാരെങ്കിലും ഇങ്ങനെയുള്ള കുടിക്കാനുള്ളതിൽ കുറെ ഉള്ളതൊക്കെ ഇവളും ചെയ്തു തരും. അങ്ങനെ പണിക്കാരെങ്കിലും പിന്നെ നിലവിൽ ഇപ്പം പണിക്കാരും ആക്കിയില്ല, നമ്മൾ രണ്ടാളും തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇത് ഉണ്ടാക്കുമ്പോ എത്ര കിലോ? ഞാൻ ആദ്യം ഒരു 30-35 കിലോ വന്നു. ഇപ്പം ഞാനൊരു 140 കിലോ വരെ ഒരു ബാച്ച് ഉണ്ടാക്കുന്നുണ്ട്. 140 കിലോ വരെ ഉണ്ടാക്കുന്നുണ്ട് ഒരു ബാച്ച്? ഇപ്പൊ 140 കിലോ വലിയ ഉരുളി 140 കിലോ വരെ ഒരു ബാച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോ ബ്രാൻഡ് ചെയ്ത് ഇപ്പൊ അശ്വമന്ത്ര എന്നുള്ള പേരിലേക്ക് മാറ്റിയില്ലേ? ഇത് ചെയ്യാനുള്ള ആശയം വന്നപ്പോ ഒരു നല്ലൊരു പേര് വേണമെന്ന് തോന്നി. അപ്പം അതിൽ ഇതിന്റെ ഒരു പ്രധാന ചേരുവ എന്ന് പറഞ്ഞാല് അശ്വഗന്ധാണ്. പിന്നെ അശ്വമന്ത്ര എന്നുള്ളൊരു പേര് സ്വീകരിച്ചു. ഇപ്പൊ മാർക്കറ്റില് ഈ അശ്വമന്ത്ര എന്നുള്ള പേരിലല്ലേ സെയിൽ ആവുന്നല്ലേ? അതെ. ഇത് പിന്നെ ഏതൊക്കെ അളവിലുണ്ട്, അതുപോലെ വെറൈറ്റീസ് ഉണ്ടോ, അല്ലെ വ്യത്യസ്തമായ സാധനങ്ങളുണ്ടോ എന്നൊന്ന് പറയാം. ഒന്ന് കർക്കിടക വസ്തുക്കള്, കർക്കിടക ലേഹ്യം നൽകിയിട്ടുള്ളത് ഒന്ന്, ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന്, പിന്നെ കർക്കിടക ലേഹ്യം 2 അല്ലേ? പിന്നെ ഇത് അളവ് വ്യത്യാസമുണ്ട്. ഇത് എത്ര ഗ്രാമിന്റെ? 1 കിലോന്റെതാണ്. ഇത് 1 കിലോന്റെ. ഇതിന് എത്ര റേറ്റ് വരുന്നത്? ഇത് ശരാശരി ഒരു 500 1 കിലോ. മറ്റേതോ? അത് 1/2 കിലോ. 1/2 കിലോന്റെതുണ്ട്. 1/2 കിലോ എത്ര റേറ്റ് വരുന്നു? 1/2 കിലോ എന്ന് പറഞ്ഞത് പ്രസവിച്ചവര് സ്വാഭാവികമായിട്ട് ഇത് വാങ്ങാറൊന്നുമില്ല. കാരണം ഇതിപ്പം ഒരു പ്രസവത്തിന് മുമ്പേ കഴിക്കുന്ന ഒരു 5 കിലോ വരെ കഴിക്കാറുണ്ട്. ഈ ബ്രാൻഡില് കടകളിൽ വിൽക്കണമെങ്കിൽ ഒരു ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടുമ്പോൾ വാങ്ങാനുള്ള ഒരിതും അങ്ങനെ ആ ഒരു ആശയത്തിന്റെ ചെറുതാക്കിയത്. അതുകൊണ്ട് ഇതിപ്പോ നന്നായിട്ട് കടകളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ലൈനിൽ പോയപ്പോഴൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അവിടെ 1/2 കിലോ എന്നുള്ളത് സാധാരണ ഉണ്ടാവില്ല. കൂടുതൽ ഇപ്പോ 5 കിലോ ഒക്കെയാണ് ആൾക്കാർ. 5 കിലോ ഒരു പ്രസവ കേസ് 5 കിലോ കഴിക്കണം. മുമ്പ് ഒരു കാക്കൂട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കല്, ഒരു കാക്കൂട്ട് ഉണ്ടാക്കി 6 കിലോ 7 കിലോ ഉണ്ടാവും. ഒരു 2 കിലോ ആരെങ്കിലും എല്ലാവരും കഴിക്കും, ബാക്കിയുള്ളത് അവർ തന്നെ കഴിക്കും. അപ്പൊ അവര് ശരാശരി 5 കിലോ കഴിക്കും.
5 കിലോ ആയിരിക്കും. അപ്പൊ ഇതിപ്പോ നമ്മള് കടയിലും മറ്റൊക്കെ സപ്ലൈ ചെയ്യാൻ മറ്റേക്കാക്കാം. ഇത് തേനല്ലേ? തേന ഏതൊക്കെ ഉണ്ട് ഇതില്? തേൻ ഇത് നാടൻ തേനാണ്, സാധാരണ തേൻ. ചെറുതേനുണ്ട്. ചെറുതേൻ ഞാൻ ഇവിടുന്ന് തന്നെ വളർത്തുന്നത്, വീട്ടിന്റെ മേലിൽ തന്നെ വളർത്തുന്നുണ്ട്. ഇത് എത്ര റേറ്റ് വരുന്നത് തേൻ? ഇത് പ്രോസസ് ചെയ്ത തേനാണ്, നല്ല കട്ടിയുള്ള തേന. ഇത് എത്ര വർഷം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഉപ്പലൊന്നും കിട്ടില്ല. സാധാരണ തന്നെ ഇത് ഈസ്റ്റ് വളരും, അങ്ങനെ തേൻ പെട്ടെന്ന് കേട് വരും. ഇത് വാട്ടർ കണ്ടന്റ് കുറച്ച് തേനാണ്. ഇത് 400 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. 400 രൂപ കുറവാന്ന് തോന്നുന്നല്ലേ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്നത്? കുറവല്ലേ 400 എന്നുള്ളത്? ഇത് ഇപ്പൊ എത്ര വരെ വരും ഈ തേന്റെ പൈസ? 500 ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ. അത് ഓരോ ഏരിയയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. നമുക്കിപ്പം ഇതിലും കുറച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. അവർ ഒറ്റയ്ക്ക് തേങ്ങല്ലേ അറിയുന്നുള്ളൂ. നമ്മളിത് ഈ പ്രോസസ് ചെയ്ത് ഇതിന്റെ വെയിറ്റ് കുറച്ചിട്ട് അങ്ങനെയാണ് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് 400 കൂട്ടി കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഇത് നല്ല കട്ടിയുള്ള തേനായിരിക്കും. ഈ ചെറുതേന്റെ ഒരു കൃഷി ഇവിടെ തന്നെ അല്ല ചെയ്യുന്നത്? മുകളിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് തേനിന്റെ കൃഷി അല്ലെ? ടെറസിന്റെ മുകളിലത്. ഇതിപ്പോ ഈ ബോക്സിലുള്ള തേനുണ്ടോ? തേനീച്ചുണ്ടോ? എല്ലാത്തിലും ഉണ്ടല്ലേ? ഇതിപ്പോ എടുക്കാനായതുണ്ടോ? എടുക്കാനില്ല, ഏപ്രിൽ എടുത്ത പാടാണ്. ഇനിയിപ്പം അങ്ങനെയൊന്നും തേൻ ഉണ്ടാവില്ല, വളരെ കുറഞ്ഞ തേനേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ കാണാൻ പറ്റും ഇതിന്റെ ഉള്ളില്? കാണിക്കാൻ പറ്റും. അപ്പൊ തേൻ ഇതിലൊരു തേനുണ്ടല്ലേ? അപ്പൊ തേനുണ്ട്. അപ്പൊ അതൊന്ന് കാണിക്കാം. അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ എന്ത് വെച്ചാൽ അത് നമ്മള് സാധാരണ ഇതിന്റെ അകത്തേക്ക് നോക്കണമെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ഒരു ബോക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തേൻ മാത്രം മേലെ കൊണ്ടുവെക്കും. ഈ ബോക്സ് 2 ലെയറായിട്ടാണ് ഉള്ളത്. ഇതിന്റെ അടിഭാഗത്ത് മുട്ടിയും മാത്രമേ ഉണ്ടാവുക, മേലെ തേൻ മാത്രം കൊണ്ടുവയ്ക്കുന്നതാണ്. ഈ തേൻ്റെ തുടങ്ങിയിട്ട് കുറെ കാലമായ? തേൻ ഞാൻ കുറച്ച് മുമ്പേ തുടങ്ങിയില്ലെങ്കിൽ ഈ ചെറുതേൻ എന്നുള്ളതിൽ ഈ കോവിഡിന്റെ സമയത്ത് തന്നെയാണ് ശ്രദ്ധിച്ചത്. അത് ഞാൻ മറ്റേ സാധാരണ ഈ നാടൻ തേൻ വളർത്തുന്ന സമയത്ത് ആ പെട്ടിയിൽ ഒരു ചെറുതേൻ വന്ന് കൂട് കെട്ടിയതാണ്. അങ്ങനെ അതിൻ്റെ കൊണ്ട് ഇങ്ങനെ ഒരു വരുമാനമാക്കാനോ ഇങ്ങനെ ഒരു വിജയിപ്പിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സത്യനാരായണ മോശം എന്നിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അവരൊരിക്കൽ വന്നിട്ട് അതിനെ എങ്ങനെ രണ്ടാക്കണം അങ്ങനെയൊക്കെ അത് ആ ഒരു പാഠം പഠിപ്പിച്ചു തന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഓരോ വർഷം ഇങ്ങനെ അത് ഡബിൾ ഇരട്ടി കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഒരു 140ഓളം കോളനി ഇപ്പൊ ആയി. 140 കോളനി ഉണ്ട് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ടോട്ടല് എത്ര തേൻ നമുക്ക് കിട്ടും ഈ സീസൺ ആകുമ്പോൾ? ഈ ഏരിയയിൽ ഒരു പരിമിതമായ തേനാണ്, പക്ഷെ ഞാൻ ഈ സീസൺ ആകുമ്പോൾ ഇവിടുന്ന് മാറ്റും. കൂടുതൽ തേൻ കിട്ടുന്ന ഏരിയയിലേക്ക് ഞാൻ മാറ്റും. അപ്പൊ അങ്ങനെ മാറ്റം 600 ഗ്രാം തേൻ വരെ ഒരു കോളനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു കോളനിയിൽ നിന്ന് 600 ഗ്രാം. അപ്പൊ ശരാശരി 1 കിലോ തേൻ കിട്ടും. 1 കിലോ കിട്ടും. അപ്പൊ എത്ര വില വരുന്നത് ഇതിന്? 2500 രൂപ കിലോ നടക്കുന്നുണ്ട്. കിലോക്ക് ഇപ്പൊ 2500 കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇനിയിപ്പോ എപ്പോഴാണ് എടുക്കരുത്? അത് ഇനി ഒക്ടോബർ മാസം ഇത് പിരിക്കാൻ വേണ്ടി തുറക്കും. ഒക്ടോബർ നവംബർ മാസം ഇത് വീണ്ടും കോളനി ഒന്ന് സെറ്റാവും, 1-2 മാറ്റും. പിന്നെ ഏപ്രിലാണ് നമ്മൾ തേൻ എടുക്കുന്നത്. ഏപ്രിലെ തേൻ എടുക്കുന്നത്. അപ്പൊ ഏപ്രിൽ നമുക്ക് ഇത് മൊത്തം ഈ കാണുന്നത് മൊത്തം പിന്നെ എടുക്കേണ്ട രൂപത്തിലാവും. പുതിയ പെട്ടിയിൽ ചിലപ്പോൾ 1 കിലോ ഒന്നും കിട്ടണമെന്നില്ല. പഴയതില് ശരിക്കും 1 കിലോ തേൻ ശരാശരി കിട്ടും. അത് നല്ല പൂക്കളും ഈ കൃഷിയൊക്കെ വയലും പ്രദേശത്തൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റുമെങ്കിൽ 1 കിലോ തേൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഈ തേനും മരുന്നും ഒക്കെ എങ്ങനെയാ സെയില്? ലോക്കലായിട്ടാണോ അതോ ഈ അയച്ചു കൊടുക്കാറുണ്ടോ? ഞാനിങ്ങനെ ഓൺലൈനിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇത് അതിന്റെ പരസ്യം ഇടും, ഈ തേനെടുക്കുന്ന വീഡിയോയിൽ എടുക്കും. അപ്പൊ അങ്ങനെ തന്നെ നല്ലൊരു കച്ചവടം നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊറിയറോ പോസ്റ്റലായിട്ടോ ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഈ ഇതിലേതാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അയക്കാൻ പറ്റും? എങ്ങനെ എത്തിക്കാൻ പറ്റും? എവിടത്തേക്ക് ഇന്ത്യയിൽ എവിടത്തേക്കും നമുക്ക് ഒരേ ചാർജാണ് പോസ്റ്റില്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോസ്റ്റലായിട്ടാണ് കൂടുതൽ അയക്കുന്നത്. പോസ്റ്റ് വഴിയാ? പാർസലായിട്ട് അയക്കും. ഇതിന് മുന്നേ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായത്? അതായത് ഈ കോവിഡിന് ശേഷമല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു?
ഞാൻ 91 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു 10-20 വർഷം ഈ അഡ്വർടൈസ്മെന്റ് മേഖലയിൽ ഞാൻ വരയുണ്ട്, ആർട്ടിസ്റ്റാണ്, ചിത്രം വരക്കും. അങ്ങനെ ഈ പരസ്യ മേഖലയിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അങ്ങനെ 2011 ശേഷം കണ്ണിന്റെ കാഴ്ചക്ക് ചെറിയൊരു പ്രശ്നം വന്ന് ഡബിളായിട്ട് കാണുന്നൊരു പ്രശ്നം വന്നപ്പം എനിക്ക് ആ ജോലി തുടരാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അതിനുശേഷം പിന്നെ കുറച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലും പിന്നെ അതിനൊന്നും വല്ല മെച്ചൊന്നും കിട്ടിയില്ല. പിന്നെ അഞ്ചിൻ്റെ കൂടെ കുറച്ച് കാലം 12 മണിക്കൊക്കെ പോയി. അങ്ങനെ അത് കോവിഡ് വരെ അതായിരുന്നു. അപ്പോൾ കോവിഡിന് ശേഷം ഈ മരുന്നിൻ്റെതും തേനിൻ്റെതും പിന്നെ അതേപോലെ ഇപ്പം ലേഹ്യത്തിൻ്റെയും കൂടെ ഇങ്ങനെ 3 ഇതായിട്ട് പോകുന്നു. 12 മണി ഇപ്പോൾ തൽക്കാലം ഉപേക്ഷിച്ചിട്ടുള്ളത്. ഇതിന് മുഴുവൻ സമയം ഈ ലേഹ്യത്തിൻ്റെയും തേനിൻ്റെയും ബിസിനസ് തന്നെ ചെയ്യാൻ തന്നെയാണ്. അതിപ്പം ഒരു നല്ലൊരു സാധ്യതയായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ട് ഒരു ഫുൾ ടൈം ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. എന്തായാലും നല്ലൊരു ബ്രാൻഡായിട്ട് മാറട്ടെ അശോകൻ. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ നല്ല അത്തരം പ്രീമിയം ക്വാളിറ്റിയിലാണ് ഞാൻ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 100% ആൾക്കാരും അവർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് അതെ അതെ. അപ്പൊ നല്ല റിവ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെ ആ ഒരു ആത്മവിശ്വാസമാണ്. എല്ലാവരും 100% ആൾക്കാരും നിങ്ങൾ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ മേടിക്കുന്നു. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പോട്ടെ.